കുടുംബവിളക്ക് സീരിയലിലെ ഉത്തമയായ ഭാര്യ, മരുമകൾ, അമ്മ എന്നിങ്ങനെയാണ് സുമിത്ര എന്ന കഥാപാത്രം പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ സുമിത്രയായി അഭിനയിക്കുന്ന മീര വാസുദേവിൻ്റെ യാഥാർത്ഥ്യ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കൈപ്പേറിയവയാണ്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്കു ഭാഷകളിൽ അഭിനയിച്ച ഒരു സിനിമാ സീരിയൽ നടിയായ മീര വാസുദേവ് മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് 2005 പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ തന്മാത്ര എന്ന ചിത്രത്തിലൂടെയാണ്. ലേഖ രമേശൻ എന്ന വീട്ടമ്മയായി അഭിനയിച്ച മീരയുടെ അഭിനയത്തിന് മികച്ച സ്ത്രീ പുതുമുഖത്തിനുള്ള അവാർഡും ലഭിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ മൽഹാറിൽ ഒരു തമിഴ് കുടുംബത്തിലാണ് മീര വാസുദേവ് ജനിച്ചത്. സൽമാൻ ഖാന്റെ ചിത്രത്തിൽ ബാലതാരമായി മീര എത്തി. നിരവധി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചു. 2020 ഏഷ്യാനെറ്റിലെ മലയാള ടെലിവിഷൻ സീരിയലായ കുടുംബവിളക്കിലെ നായിക സുമിത്രയായും സൺ ടിവിയിലെ തമിഴ് പരമ്പരയായ ചിട്ടി 2വിലെ പ്രതിനായികയായും അവർ ശ്രദ്ധിക്കപ്പെട്ടു. കൈപ്പേറിയ മീരയുടെ വ്യക്തിജീവിതം സോഷ്യൽ മീഡിയയിലും സജീവമാണ്. പലപ്പോഴും ഒരു ചർച്ചാ വിഷയമായിരുന്നു മീരയുടെ വ്യക്തിജീവിതം. 2 വിവാഹങ്ങൾ കഴിച്ചുവെങ്കിലും 2 വിവാഹങ്ങളും പരാജയമായിരുന്നു. 23-ാം വയസ്സിലായിരുന്നു മീരയുടെ ആദ്യ വിവാഹം. വിശാൽ അഗർവാൾ ആയിരുന്നു ആദ്യ ഭർത്താവ്. ഈ ബന്ധം 3 വർഷം മാത്രമാണ് നീണ്ടുനിന്നത്. ആദ്യ ഭർത്താവിൽ നിന്നും മാനസികമായും ശാരീരികമായും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. വിവാഹമോചനത്തിന് ശേഷം വധഭീഷണി പോലും ഉണ്ടായിരുന്നുവെന്ന് മീര വെളിപ്പെടുത്തിയിരുന്നു. 2012 മീര 2ാമത് വിവാഹിതയായി. പ്രശസ്ത നടൻ ജോൺ കൊക്കനെയാണ് മീര 2ാമത് വിവാഹം കഴിച്ചത്. ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട്. ഇപ്പോഴും ജോണുമായി നല്ല സൗഹൃദമുണ്ട്. ജോൺ നല്ലൊരു അച്ഛനുമാണ്. മാനസികമായി പൊരുത്തപ്പെടാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ജോൺ കൊക്കനുമായി മീര വാസുദേവ് വിവാഹമോചിതയായത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായത് മീരയുടെ 3ാം വിവാഹമാണ്. സിനിമാ സീരിയൽ ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് വരൻ. മീര വാസുദേവ് തന്നെയാണ് വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ഥിരീകരിച്ചത്. മീര വാസുദേവ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കുടുംബവിളക്ക് പരമ്പരയുടെ ക്യാമറാമാനാണ് വിപിൻ. 21/4/2024 കോയമ്പത്തൂരിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത്. 1 വർഷത്തെ പരിചയത്തിനൊടുവിലാണ് വിവാഹം. 42-ാം വയസ്സിൽ 3ാമതും വിവാഹിതയായ മീര നിരവധി ആശംസകളാണ് എത്തിയത്.